friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് നേരത്തും കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള അരിപ്പൊടിയും കടലയും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല എരിവുള്ള ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി തേങ്ങാപ്പാലിന് പകരം സാധാരണ വെള്ളം വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു റിച്ച്നെസ് ഒക്കെ കിട്ടുന്നത്. അത് മാത്രമല്ല ടേസ്റ്റും കൂടുതൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ തേങ്ങാപ്പാൽ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വേണം നമ്മൾ അരിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ 1.5 കപ്പ് കേട്ടോ, 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു 3 ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി അല്ലെങ്കിൽ സവോളയാണെങ്കിൽ എടുക്കാം, കുഞ്ഞുള്ളിയാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും നന്നായിട്ടൊന്ന് ഇടികല്ലിലൊന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തേങ്ങാപ്പാലിന് അകത്തോട്ട് ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ പാലിത ഇതേപോലെ നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾ എടുത്ത തേങ്ങാപ്പാൽ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അരിപ്പൊടി, ഇത് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ്, വറുക്കാത്ത അരിപ്പൊടി ചേർക്കരുത്, ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ആ അരിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരിപ്പൊടി എല്ലാം കൂടെ ഒരുമിച്ചിടാതെ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. എങ്കിലാണ് അത് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് മിക്സായി വരത്തുള്ളൂ. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ എണ്ണ, അത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട്, ഇപ്പോൾ ഈ ഫ്ലെയിം ഓൺ തന്നെയാണ് കേട്ടോ, നമുക്ക് നന്നായിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു കണക്കിനുള്ള ഒരു മാവാക്കിയിട്ട് എടുക്കണം. ഇതാ ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ നിങ്ങളുടെ കൈക്ക് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു ചൂടാവുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കണം. എങ്കിലാണ് മാവ് നന്നായി സോഫ്റ്റായിട്ടും ഈ വിള്ളലൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ കൈക്ക് എനിക്ക് ചെറുതായിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതാ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അടുത്തത് നമ്മുടെ കയ്യിൽ അല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കി എടുക്കാം, റൗണ്ട് ആക്കി എടുക്കാം, അല്ലെങ്കിൽ നീളത്തിലാക്കി എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ കുഞ്ഞു ബോൾസ്, അപ്പോൾ കാണുമ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങിയിട്ടതുപോലെയൊക്കെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു ബോൾസ് ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഒട്ടും തന്നെ വിള്ളൽ വരുമോ അല്ലെങ്കിൽ വിണ്ട് കീറുമോ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോൾസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് കുഞ്ഞു ഉരുളകളാക്കിയിട്ടൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ബോൾസ് ഒക്കെ റെഡിയാണ്. ഇതിനകത്തുള്ള ഉള്ളി ജീരകം അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാലിന് അല്പം തേങ്ങ 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്ക്. നമുക്ക് ചതച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടെ ഒരു 2-3 പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് അത്യാവശ്യം മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് കുറയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ 1.5 സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സവോളയും പിന്നെ ഒരെണ്ണത്തിൻ്റെ ഒരു മീഡിയം സവോളയുടെ പകുതിയും കൂടെ. എന്നിട്ട് ഇതിവിടെ ഒരു റെഡ് ഒണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉള്ളിയോ ചെറിയുള്ളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട് ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇതിൻ്റെ കൂടെ കടലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടലയ്ക്ക് പകരം നിങ്ങൾക്ക് ബീഫോ അല്ലെങ്കിൽ ഇറച്ചിയോ എന്തൊക്കെ വേണമെങ്കിൽ, അതായത് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിന്ന് ഇതൊരു വെജിറ്റേറിയൻ പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറയ്ക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, അത് 1 ടീസ്പൂൺ വരെ ആവാട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്.
പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടി ഞാനിവിടെ ചേർക്കുന്നില്ല, അതിന് പകരം ഗരം മസാലയും മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മീറ്റ് മസാല, അതിന് പകരം ചിക്കൻ മസാലയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മീറ്റ് മസാല ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം നിങ്ങൾക്ക് എത്രത്തോളം വേണം ഗ്രേവി വേണം എന്നനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുക്കുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്താണ് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് ഒക്കെ ഇട്ട് നമ്മളത് ആവി കയറ്റുന്നൊന്നും അല്ല ചെയ്യുന്നത്, നേരിട്ട് ഈ വെള്ളത്തിലൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു റെസിപ്പിയുടെ കൂടെ മല്ലിയിലയുടെ ഫ്ലേവർ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ നമ്മൾ ഒരു അരിപ്പൊടിയൊക്കെ എടുത്ത് എന്താ പറയുക ഒന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലിൽ അല്പം തേങ്ങാപ്പാൽ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും വേസ്റ്റ് ആക്കണ്ടെന്ന് ഓർത്തു. ഒപ്പം നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന കടല, ഇതാ കണ്ട് നല്ല വെന്തിട്ടുള്ള കടലയാണ്, ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കടല വേവിക്കുന്ന സമയത്ത് ഞാൻ കുക്കറിൽ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ഇവ രണ്ടും വെച്ചിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു. ഒപ്പം തന്നെ ഞാൻ ഒരു 1/2 കപ്പും കൂടെ ചൂടുവെള്ളം, നന്നായിട്ട് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. ചെറുതായിട്ട് ആ വെള്ളമൊക്കെ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന അരിപ്പൊടി കൊണ്ടുള്ള ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് വളരെ പതുക്കെ, ഒത്തിരി ഹാർഡായിട്ട് ഇളക്കി കൊടുക്കരുത്. ചിലപ്പം ഈ ഒരു അരി ഉണ്ട ഇങ്ങനെ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ചിട്ട് വളരെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് എങ്കിലും മിനിമം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കൊന്ന് തുറക്കുക, ഇളക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം, അത് ചേർക്കുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്ര കാര്യങ്ങൾ ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ തുറക്കുമ്പോൾ. മസാലയുടെയും ആ അരിയുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതൊക്കെ അരിപ്പൊടിയുടെ അതൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവി ഇച്ചിരി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടാവും. ഇത് നമുക്ക് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ ഈ റെസിപ്പി നല്ല തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ട, അത്യാവശ്യം ഇങ്ങനെ കുറച്ച് ചാറായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇച്ചിരി കുറുകിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു അരിപ്പൊടി ചേർത്തത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിന് യാതൊരു വ്യത്യാസം ഉണ്ടാവുമൊന്നുമില്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇതൊരു കുറുകി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കൊച്ചു സൂത്രമാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അല്പം മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കറിവേപ്പിലയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ കറിവേപ്പിലയ്ക്ക് ക്ഷാമമായതുകൊണ്ടാണ് മല്ലി ഇല ചേർത്ത് കൊടുത്തത്. നമ്മൾ നോക്കിക്കുക, നല്ല കുറുകി നല്ല തിക്കായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ഡിന്നർ റെസിപ്പി അല്ലെങ്കിൽ ലഞ്ച് റെസിപ്പി ഇവിടെ റെഡിയാണ്. അപ്പം നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിനകത്തോട്ടോ പ്ലേറ്റിനകത്തോട്ടോ ഒന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നും ഇഡ്ഡലി, പുട്ട്, ദോശ ഇതൊക്കെ കഴിച്ച് മടുത്തിട്ടുള്ളവർക്ക് വളരെ ഹെൽത്തിയാണ്. മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത, കടലക്കറിയുടെ ടേസ്റ്റ് നമുക്കറിയാമല്ലോ. അതുകൂടാതെ തന്നെ ഇതിനകത്തുള്ള ആ ഒരു അരിപ്പൊടി നമ്മളിങ്ങനെ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ബോൾസ് ആക്കിയിട്ട്, അതിൻ്റെ ആ ഒരു ഉള്ളിയുടെ ഫ്ലേവറും ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ കൂടി ചേർന്ന് ഒരു സൂപ്പർ ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.